ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പതിവ് പോലെ കെട്ടും പറിച്ച ഔട്ടിങ്ങിന് തന്നെയാണ്, വേറെ എവിടേക്കല്ല. അപ്പോൾ ഞങ്ങൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് പോകാമെന്ന് വിചാരിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. ഓട്ടോ വന്നു, അങ്ങനെ ഓട്ടോ കയറി, പിന്നെ ബസ്സിലായി. ബസ്സിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര റഷായിരുന്നു ബസ്സിൽ നിന്നൊക്കെ. പിന്നെ ഞങ്ങൾ ബസ്സിൽ ആദ്യം ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇരുന്നു. ഇവളിരുന്നു, പക്ഷേ എനിക്ക് സീറ്റ് ഇട്ട്. ഞങ്ങളൊന്ന് കോയമ്പത്തൂർ ടൗൺ വരെ പോവുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, നല്ല ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഫുൾ ടൈം പറയണത് ഞങ്ങൾക്ക് വിശക്കണമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം ഞങ്ങളുടെ വയറ് നിറയ്ക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരു ബിരിയാണി കഴിച്ചു, അവരൊരു ഫ്രൈഡ് റൈസും കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ബിരിയാണി വന്നപ്പോഴത്തേക്കും ഞാൻ മറന്നു ശരിക്കും വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ അവളാണ് എന്നെ ഓർമ്മിപ്പിച്ച് വീഡിയോ എടുക്കണില്ലേന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാ പ്രാവശ്യം ബിരിയാണി വാങ്ങുമ്പോൾ ഞാനാണ് ബാലൻസ് വെക്കാറ്, പക്ഷേ ഈ ബിരിയാണി ഞാൻ ബാലൻസ് വെച്ചില്ല. ഇത് എൻ്റെ പ്ലേറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇവള് പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് അത് വേണ്ടി വെയിറ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജിയോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ കറങ്ങാൻ വേണ്ടി നടന്നു. ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ടൗൺ ഹാളിൽ തന്നെ ഒരു സൈഡിൽ തന്നെ കുറേ കടകളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ കടകളുണ്ട്, എന്തെടുത്താലും 10 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് കുറേ ക്ലിപ്പ്, കുറേ സാധനങ്ങൾ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഷോപ്പ് ചെയ്തത്. കുറേ അത്യാവശ്യം നല്ല വില കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കുറേ വാങ്ങിച്ചു. അങ്ങനെ അവിടുത്തെ എല്ലാം വാങ്ങിച്ചിറങ്ങിയപ്പോഴാണ് പുറത്ത് പിന്നെ ഒരു കമ്മലുണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു, കാരണം ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിലേക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചതല്ലേ ഞങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങൾ എപ്പോഴും എടുത്ത് കുറച്ച് കോപ്പറേറ്റീവുകളൊക്കെ കാണിക്കണ്ടായിരുന്നു. അങ്ങനെ കണ്ടോ ഗൈസ്, ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ആ വളമൊക്കെ ഇപ്പോൾ പൊട്ടിക്കുന്നത് തന്നെ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.